ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മളെപ്പോഴും ഈ മഴക്കാലം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം മൂക്കടപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രധാന സംഭവമാണ് വയറിളക്കം അല്ലേ? നിങ്ങൾക്ക് എന്നെ ചുറ്റും നോക്കിയാൽ അറിയാം, നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫാമിലിയിൽ കുട്ടികളുടെ എല്ലാം വയറ് മോശമായി കിടക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഈച്ച തന്നെയാണ് കേട്ടോ. ഈ ചക്കയും മാങ്ങയും ഫ്രൂട്ട്സിൻ്റെ സീസണും മഴയും ഒക്കെ ആയപ്പോൾ ഈച്ചകൾ കൂടി, ഈച്ചകൾ വന്നിട്ട് എല്ലാ സ്ഥലത്തും ഇരുന്ന് കുട്ടികളാകുമ്പോൾ എപ്പോഴും കൈ കഴുകിക്കൊള്ളണം എന്നില്ല. കൈ കഴുകിയല്ല, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈച്ച വന്നിട്ടിരുന്നെങ്കിൽ വയറിലെ അസുഖം വരും. മാത്രമല്ല, ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അതും ദഹനക്കേട് പോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഈ വിട്ടുമാറാത്ത വയറിളക്കം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്താ ജനറലി ചെയ്യുക? ഒരു ഡോക്ടറെ കാണിക്കും, മാറിയില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ അടുത്ത് പോകും, അടുത്ത ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ അസുഖത്തിന് വയറിളക്കം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന വയറിളക്കമാണെങ്കിൽ അത് നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കുറയും. പക്ഷെ അതിന് എപ്പോഴും മറുവശമുണ്ട്. മറുവശം എന്ന് പറഞ്ഞാൽ ചില വയറിളക്കങ്ങൾ ദഹനക്കേടിലേക്ക് നയിക്കും. ദഹനക്കേടിലേക്ക് നയിക്കുമ്പോൾ അത് പേഴ്സിസ്റ്റൻ്റ് ഡയേറിയ എന്നുള്ള രീതിയിലേക്ക് പോകും. ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ ഇങ്ങനെ വയറ്റിളക്കം പോകും. ദഹനത്തിനുള്ള എൻസൈംസ്, ദഹന രസങ്ങൾ കുറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും കുട്ടിക്ക് ശരീരത്തിൽ ദഹിപ്പിച്ചിട്ടുള്ളിലേക്ക് ആഗിരണം ചെയ്യാതെ മോഷനായിട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും മാറാൻ. ഇവിടെയുള്ള മെയിൻ മാനേജ്മെൻറ്റ്, ഇപ്പോൾ മരുന്നൊക്കെ നിങ്ങൾ ഡോക്ടർ തരുന്നു, കൊടുത്തോളൂ. അതിൻ്റെ കൂടെയുള്ള മെയിനായിട്ട് മറ്റൊരു കാര്യമാണ് ഡയറ്ററി മാനേജ്മെൻറ്റ്, ഭക്ഷണം കൊടുക്കുന്നതിലുള്ളത്. അപ്പോൾ വെറും വെള്ളം കൊടുത്താൽ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഗ്ലൂക്കോസ് വാട്ടർ അങ്ങനെയൊക്കെ എന്തെങ്കിലും വെള്ളം കൊടുത്താൽ വയറ്റിന്ന് കൂടുതൽ ലൂസ് ആവുകയുള്ളൂ. എന്ത് വെള്ളത്തിലും ഉപ്പും പഞ്ചസാരയും ഷുഗറും സോൾട്ടും ഉള്ള വെള്ളമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. സെക്കൻഡ്, ചില ഫ്രൂട്ട്സ് അമിതമായിട്ടുള്ള മധുരം ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പിന്നെയും ഡയറിയ കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യമാണ്, ചില കുട്ടികൾക്ക് പശു പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദഹിക്കാതെ തന്നെ ചിലപ്പോൾ ലാക്ടോസ് ഡെഫിഷ്യൻസി ഉണ്ടാവും, ലാക്ടേസ് ഡെഫിഷ്യൻസി ഉണ്ടാവും എൻസൈമിൻ്റെ. അപ്പോൾ ഇതൊന്നും വിഘടിപ്പിക്കാനാവാതെ ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് പോകും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞാൻ ഈ പറയുന്ന ഡയറ്ററി മാനേജ്മെൻറ്റ് ഒരുപോലെ ബാധകമാവണമെന്നില്ല. നമ്മൾ കുട്ടിക്ക് ഏതാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് നിങ്ങളൊന്ന് കുറച്ച് ദിവസത്തിന് ഒഴിവാക്കി നോക്കാം. കൂടുതലായിട്ട് നമ്മൾ പറയാം, കാർബോഹൈഡ്രേറ്റ് അന്നജം ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കാൻ പറയാം. നമ്മൾ പറയില്ലേ, ചോറ് അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കണമെങ്കിൽ കഞ്ഞി, ദോശ, ഇഡ്ഡലി, അപ്പം, അങ്ങനെയായിട്ട് റൈസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാം. പ്രോട്ടീൻ വേണ്ടാമെന്നല്ല, പ്രോട്ടീനും നിങ്ങൾക്ക് കൊടുക്കാം. കൂടുതൽ ഓവറായിട്ടല്ലാതെ പാകത്തിന് നിങ്ങൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാം. ചില കുട്ടികൾക്ക് മലത്തിൽ ഇങ്ങനെ എണ്ണമയം പോലെ ഉണ്ടാവും, ഫാറ്റ് ഇങ്ങനെ കാണുന്നുണ്ടാവും. അങ്ങനത്തെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഫാറ്റ് ദഹിക്കുന്നില്ല എന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ഫാറ്റി ഫുഡ്സ്, പൊരിച്ചതും അങ്ങനത്തെ ഒക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. അല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2-3 ദിവസം വയറ്റിളക്കമുള്ള കുട്ടികളുടെ കാര്യമല്ല, മാറാതെ നിൽക്കുന്ന വയറിളക്കത്തിന് ഡയറ്റ് എങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, കൂടുതലായിട്ട് അരി കൊണ്ടുള്ള ഭക്ഷണം, റൈസ് ബേസ്ഡ് അല്ലെങ്കിൽ വീറ്റ് ബേസ്ഡ് ഡയറ്റ് നിങ്ങൾ കൊടുക്കണം. ലാക്ടോസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കാം. ചില കുട്ടികൾക്ക് നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ഇപ്പോൾ പ്രോട്ടീൻ, പാകത്തിന് പ്രോട്ടീനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞ ഫ്രൂട്ട്സ്. ചില ഫ്രൂട്ട്സ് പറ്റില്ല, അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. പാല് കൊടുത്തിട്ട് കൂടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇതിൽ എല്ലാ കുട്ടികൾക്കും ജനറലായിട്ട് വെറും ഗ്ലൂക്കോസ് അടങ്ങിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടി കലക്കിയ വെള്ളമൊന്നും കൊടുക്കാതെ സോൾട്ടും ഷുഗറും ഉള്ള വെള്ളം കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുട്ടിയുടെ ദഹനമൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. ഈ ഇങ്ങനെ പോകുന്ന വയറ്റിളക്കം ഒന്ന് കുറഞ്ഞ് ആ മലത്തിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടിയൊക്കെ സെമി സോളിഡായി പിന്നെ പതുക്കെ സോളിഡിലേക്ക് മാറിക്കോളും. കൂടെ തന്നെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ മറക്കരുത് കേട്ടോ. കാരണം ഈച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ അടച്ചു വെക്കുക. അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുത്തിവെപ്പുകൾ യഥാക്രമം ആ സമയത്തിന് എടുക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ ആ ഒരു ഡൗട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.